ഇപ്പം എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു കൊന്ത ചൊല്ലിയില്ലെങ്കിലും ഞാൻ എപ്പോഴും മാതാവിനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം യൂട്യൂബിൽ എന്തെങ്കിലും സിനിമയോ പാട്ടോ ഒക്കെ കണ്ടാലും അയ്യോ അത്രയും സമയം ഞാൻ കളഞ്ഞല്ലോ എന്നുള്ളൊരിതായിരുന്നു. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു, പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ചത്. അങ്ങനെ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിച്ചു, ക്ഷമിക്കാൻ സാധിച്ചു, മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ അനിയൻ്റെ കാര്യമാണ്. എൻ്റെ അനിയന് ഇവിടെ ഇപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് അവനെ കൊണ്ടുവരും, എന്നാലും അവന് ഇവിടെ അത്ര വലിയ ഇതൊന്നുമില്ല. ഇവിടുത്തെ പല ട്രോളും ഒക്കെ കണ്ട് എന്നെ എപ്പോഴും വഴക്കുണ്ടാക്കും. എന്നാലും അവനിവിടെ വരുമൊക്കെ ചെയ്യും. അപ്പോൾ അവന് ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ബ്ലഡ് പോകുമായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, തൈലവും നമ്മുടെ കാശുരൂപവും എല്ലാം വെച്ച്. പിന്നെ അന്ന് ഒരു സ്കാനിങ് ഡോക്ടർ പറഞ്ഞിരുന്നു. അന്ന് ഫുൾ ഡേ ഞാൻ അവന് വേണ്ടി അത് വെച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ഈ നിമിഷം വരെ അവൻ അങ്ങനെ പിന്നെ ഒരു ഇഷ്യൂസും പറഞ്ഞിട്ടില്ല. കാരുണ്യപ്രവർത്തികൾ ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് പറ്റുന്നത് പോലെയെല്ലാം ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു. അവിടുത്തെ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടൊക്കെ സംസാരിക്കും, അവർക്ക് വേണ്ടി കെയർ ചെയ്യും. പിന്നെ ഞാൻ ഹസ്ബൻഡും കൂടെ ഫുഡെല്ലാം എല്ലാ ആഴ്ചയിലും ആർക്കെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കും, ഡ്രസ്സെല്ലാം കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഫിനാൻഷ്യലായിട്ട് സഹായിക്കുന്നുണ്ട്, പത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളും. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും 1000